കായംകുളത്ത് 30 ലക്ഷം രൂപയുടെ ലഹരി പിടിച്ചെടുത്തു. കായംകുളത്ത് ദേശീയപാതയിൽ നടത്തിയ തെരച്ചിലിലാണ് ലഹരി ഉത്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ലോറിയിൽ കടത്താൻ ശ്രമിച്ച 94 ചാക്ക് ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. പാലക്കാട് സ്വദേശികളായ 2 പേരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്തു. മനീഷ് ആയിഷ മാത്യു നൽകും വിവരങ്ങൾ. മനീഷ്, 30 ലക്ഷം രൂപയുടെ ലഹരി എന്ന് പറയുമ്പോൾ വലിയൊരു ലഹരിക്കടത്താണ്. ഇത് എങ്ങോട്ടേക്ക് കടത്താൻ ശ്രമിച്ച ലഹരിയാണ്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതിന് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ നടത്തി വരുന്ന തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോഴൊരു 94 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ലോറിയിലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ച വഴിയിലാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് പുലർച്ചെ 2 മണിയോടുകൂടി പോലീസ് നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ ലോറിയിൽ നിന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇതിലിപ്പോൾ പാലക്കാട് സ്വദേശികളായ ഷറഫുദ്ദീൻ അതുപോലെ തന്നെ ഹഫ്സ എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിലാണ് ഇത്തരത്തിൽ പറയുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 മാസത്തിനിടയിൽ ഇപ്പോൾ 200 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത്. ശരി, 30 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. കായംകുളത്ത് നടത്തിയ പരിശോധനയിലാണ്, കായംകുളത്ത് ദേശീയപാതയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ 94 ചാക്കിൽ നിന്നായി ലഹരി വസ്തുക്കൾ പിടികൂടിയത്. പാലക്കാട് സ്വദേശികളായ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക്, ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടത്താൻ ശ്രമിച്ച ലഹരിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മനീഷ് ആയിഷ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്.